ടോസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ തന്നെയാണ്. ഭയങ്കര എന്താ പറയാ, മോട്ടിവേഷനും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം തന്നെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ്. ജിക്കി മാമും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ക്ലാസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. മാമിന്റെ ആയാലും അഖില മാമിന്റെ ആയാലും ക്ലാസ്സസ്, അവരുടെ പറഞ്ഞിരുന്ന നോട്ട്സ് എല്ലാം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ആ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എനിക്ക് ട്യൂഷനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 8:30 ആകുമ്പോഴേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. അത് തൊട്ട് ലാസ്റ്റ് ഒരു 3 hours 4 hours ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ എത്രത്തോളം അതിനു വേണ്ടി പ്രയത്നിക്കുന്നു, റിസൾട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ടോസിന്റെ തന്നെ ടോസിന്റെ തന്നെ എക്സാംസ്, അതായത് വീക്ക്ലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല, എന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് ആ ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടെ മാർക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്തത്. മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ താങ്ക് യു. പാർവതി കുറച്ച് തിരക്കിലാണ് എങ്കിൽ പോലും വന്നു. അപ്പോൾ പാർവതി ഇപ്പോൾ സെറ്റ് ക്ലിയർ ചെയ്തു. നമ്മുടെ നിലവിലെ HSST ബാച്ചിൽ പാർവതി പഠിക്കുന്നുണ്ട്. പാർവതി ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതോടൊപ്പം തന്നെ താങ്ക് യു മാം. മാമിന്റെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ഓൾവേസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ സ്റ്റെഫി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇനിയിപ്പം പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ പോലും നിലവിൽ നമ്മുടെ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. സിലബസ് കണ്ടിരുന്നു സ്റ്റെഫി? മിസ്, ഞാൻ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടിന്റെയും, രണ്ട് പേപ്പറിന്റെയും സിലബസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് എല്ലാ സിലബസിൽ നിന്നും കൊമേഴ്സിന്റെ പോർഷനിൽ നിന്നും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമ്മുടെ അടുത്ത വിന്നർ ആയിട്ടുള്ള അഞ്ജു വന്നിട്ടുണ്ട്. അഞ്ജു ജസ്റ്റ് കോച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ? അഞ്ജു കേൾക്കാമോ? ഹലോ ഹലോ, പറഞ്ഞോളൂ അഞ്ജു. അഞ്ജുവിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഷെയർ ചെയ്യാം മിസ്സേ. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. ഗുഡ് ഈവനിങ്. ഞാൻ ടോസ് അക്കാദമിയിൽ കഴിഞ്ഞൊരു 6-7 മാസം മുമ്പ് ജോയിൻ ചെയ്ത് സെറ്റിന് വേണ്ടി പഠിച്ച ആളാണ്. അപ്പം നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സൊക്കെ. അഖില മിസ്, അതുപോലെ ജിക്കി മിസ്, ആര്യ മിസ്, മരിയ മിസ്, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് മൊത്തം തരണത്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള അക്കാദമികളിൽ പഠിക്കാതെ സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സിലബസ് ഒന്നും കൃത്യമായിട്ട് കിട്ടില്ല. അതുപോലെ ക്ലാസ്സുകളാണെങ്കിലും കേൾക്കാതെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനെ കുറച്ച് നാൾ ഇരുന്ന് പഠിച്ച ഒരാളാണ്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഞാൻ അങ്ങനെ പഠിച്ച ഒരാളാണ്. പക്ഷെ എനിക്ക് 4 പ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്തിട്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഞാൻ ടോസ് അക്കാദമിയുടെ ക്ലാസ് എടുത്തത്. ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം നല്ല സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് തരണത്. പിന്നെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട്, അതായത് ഓരോ ദിവസമാണ് നമുക്ക് ക്ലാസ് അയച്ചു തന്നെ. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ ബേർഡൻ ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഇപ്പം സബ്ജക്ട് ക്ലാസ്സുകളാണെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ക്ലാസ് ഒക്കെയാണ് നമുക്ക് തരണത്. അതുപോലെ ജനറൽ പേപ്പർ ആണെങ്കിലും 20 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് നമുക്ക് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണേ. അപ്പം നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ വീട്ടിലിരുന്ന് 6 മാസം അങ്ങനെ ജോലിക്കൊന്നും പോവാതെ പഠിച്ച ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒത്തിരി വലിയ ബേർഡനൊന്നും ആയിരുന്നില്ല. എന്നാലും ഞാൻ ക്ലാസ്സുകളെല്ലാം കേട്ടിട്ട് നോട്ട്സ് എഴുതിയിട്ടാണ് പഠിച്ചത്. PDF നോട്ട്സ് വാട്സപ്പിൽ ടീച്ചേഴ്സ് അയച്ചു തരാറുണ്ട്. പക്ഷേ PDF നോട്ട്സ് ഞാൻ ആർക്കും പ്രിഫർ ചെയ്യില്ല. കാരണം ഈ PDF നോട്ട്സ് തന്നെയാണ് ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് ആയിട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്ത് തരണേ. അപ്പം നമ്മൾ ക്ലാസ് കേട്ടിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ടോസ് അക്കാദമിയിൽ നിന്ന് എല്ലാ യൂണിറ്റ് കഴിയുമ്പോഴും എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റുകൾ ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്യാം.
ഒരെണ്ണം പോലും വിടരുത്. ചിലപ്പോ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോ എല്ലാം ഇപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മോക്ക് ടെസ്റ്റുകള് പഠിച്ചു തീർന്നില്ലെങ്കിലും ഇപ്പൊ പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിലും മോക്ക് ടെസ്റ്റുകളൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒറ്റെണ്ണം പോലും വിട്ട് കളയരുത്. കാരണം ഇപ്പൊ 3 ദിവസത്തേക്കോ അല്ലെങ്കിൽ 4 ദിവസത്തേക്കൊക്കെ ആയിരിക്കും മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യണേ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഇതിൽ ജോയിൻ ചെയ്തേണവര് എന്താണെങ്കിലും ആ മോക്ക് ടെസ്റ്റുകൾ ഒറ്റെണ്ണം പോലും കളയാതെ അറ്റൻഡ് ചെയ്യുക. കാരണം മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈ കഴിഞ്ഞ ഞാൻ എഴുതിയ സെറ്റിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ ടീച്ചേഴ്സ് തരണേ. അപ്പൊ അതുകൊണ്ട് ഒറ്റെണ്ണം പോലും വിടാതെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നോട്ട് എഴുതി പഠിക്കുമായിരിക്കും നല്ലത്. എൻ്റെ കയ്യില് ഇപ്പൊ ടോസ് അക്കാദമിന്ന് തന്ന നോട്ടില് ഒരു 4 നോട്ട്സ് ആയിട്ടാണ് ഞാൻ എഴുതിയത്. അതിനകത്ത് ഒരു നോട്ട് ജനറൽ പേപ്പറിനും ബാക്കി 3 നോട്ട് ഞാൻ യൂസ് ചെയ്തത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോട്ട് എഴുതി പഠിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ ജനറൽ പേപ്പർ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട നോട്ട്സ് മാത്രമേ തരണുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പുറമേന്ന് ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. എല്ലാ പോർഷനും കവർ ചെയ്തിട്ടാണ് നമുക്ക് ടീച്ചേഴ്സ് ക്ലാസ് തരണേ. അപ്പൊ അതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എല്ലാ മാസത്തിലും 2ഉം 3ഉം പാർട്ടായിട്ട് ടീച്ചേഴ്സ് കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് വാട്സപ്പില്. അപ്പൊ അതും കൃത്യമായിട്ട് നോക്കി നോട്ട് എഴുതി വെക്കുക. ഞാനെല്ലാം അങ്ങനെ നോട്ട് എഴുതിയാ പഠിച്ചേ. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും നോട്ട് ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ട് എഴുതിയെടുക്കും. അതുപോലെ സബ്ജക്റ്റ് ആണെങ്കിലും ക്ലാസ്സുകൾ കേട്ടിട്ട് നോട്ട് എഴുതിയെടുക്കും. പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഒറ്റെണ്ണം പോലും വിടാതെ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും ഒറ്റെണ്ണം പോലും വിടാതെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ മാത്രം PDF നോട്ട്സ് പ്രിന്റ് ഒക്കെ എടുത്ത് അങ്ങനെ പഠിച്ചാൽ മതി. അതല്ല നമുക്ക് ക്ലാസ് കേട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുകയായിരിക്കും നല്ലത്. എന്റെ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. അത്യാവശ്യം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും പറ്റിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണെങ്കിലും പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ജനറൽ പേപ്പറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു എക്സാം. അതുകൊണ്ട് അപ്പൊ ടീച്ചേഴ്സ് തരണ ഇൻസ്ട്രക്ഷൻസ് മാക്സിമം കേട്ടിട്ട് അതുപോലെ തന്നെ പഠിച്ചു പോവാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളെല്ലാം കേട്ടിട്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇപ്പൊ PDF നോട്ടാണെങ്കിലും എടുത്തിട്ട് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി ഒന്ന് വായിച്ച് പഠിക്കാതെ ഒന്നും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ക്യാച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് പറയണ പോലെ കേട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും സെറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ അങ്ങനെ എനിക്ക് ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബേബിയൊക്കെ ആയി പിന്നെയാണ് BEdനൊക്കെ ചേർന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല. വെറുതെ പോയി എക്സാം എഴുതുമായിരുന്നു. 2-3 പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോയിട്ടൊരു കാര്യമില്ലാന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ ടോസ് അക്കാദമിയുടെ ക്ലാസ് എടുത്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നന്നായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ HSSTയുടെ കോഴ്സും ടോസിൽ തന്നെ ചെയ്യണേ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായി ക്ലാസ്സുകളെല്ലാം. ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഇപ്പൊ നോട്ട്സ് ആണെങ്കിലും ഒക്കെ അയച്ചു തരുന്നുണ്ട്. പഠിക്കാൻ എനിക്ക് സമയമില്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടണത്. ഇത്രയൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക് യു അഞ്ജു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അഞ്ജു ഷെയർ ചെയ്തു അഞ്ജുവിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഞ്ജുവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട്സ് വല്ലതും ആസ് എ വിന്നർ എന്നുള്ള നിലയിൽ? ഹലോ ഹലോ. സ്റ്റെഫി ടെസ്. മിസ്, ഡൗട്ട്സ് ഇട്ടൊന്നുമില്ല. അഞ്ജു വളരെ ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞു തന്നു. അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക, അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു അഞ്ജു, താങ്ക് യു സോ മച്ച്. അപ്പൊ അഞ്ജു നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്തവണത്തെ HSST എന്തായാലും അഞ്ജു എഴുതിയെടുക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല റാങ്കോട് കൂടി നന്നായിട്ട് എക്സാം ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ. ഓക്കെ, അപ്പം
നമ്മൾ സെറ്റിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു HSST എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവില്ലെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എഡ്യൂക്കേഷൻ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അതിലിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2026 അവസാനത്തോട് കൂടിയിട്ട് അടുത്ത അടുത്ത HSST എക്സാം എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് എഴുതിയെടുക്കാനുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത് മേ ബി 2 or 3 ആയിരിക്കും. മാക്സിമം 3, മാക്സിമം മേ ബി 2 ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര വേഗം നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ അത്ര വേഗം നിങ്ങൾ സെറ്റ് ക്ലിയർ ചെയ്യുക. കാരണം ഇനി ഒരുപാട് അവസരങ്ങൾ വരാൻ പോവുകയാണ്. കാരണം ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഖാദ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നൊരു കാര്യം ഒഴിവാക്കിക്കൊണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആക്കുക. അതായത് 8th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക്, അതായത് കൊമേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് കൊമേഴ്സ് എടുത്തിട്ടുള്ള ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ഡിഗ്രി PGക്ക് ശേഷം മാത്രമേ BEd എഴുതാനും അതുപോലെ സെറ്റ് ക്ലിയർ ചെയ്ത അധ്യാപക നിയമനങ്ങളൊക്കെ പ്രതീക്ഷിക്കാനും സാധിക്കത്തുള്ളൂ. പക്ഷേ ഇനിയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ വരുമ്പോൾ 8th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ നമ്മുടെ അവസരങ്ങൾ വർദ്ധിക്കുകയാണ്. അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എന്ന് പറയുന്നത് ഇനി ഹയർ സെക്കൻഡറി അല്ല, സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പരിധിയിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് ചാൻസുകൾ ഉണ്ടാവുകയാണ്. ഓക്കെ, അത് മാത്രമല്ല അധ്യാപകരുടെ എല്ലാവരുടെയും തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ്, അതായത് PG ഉണ്ടായിരിക്കണമെന്നുണ്ട്. അപ്പം കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നമുക്ക് PG ഉള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞ സെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനും BEd ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണം. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം സെറ്റ് എക്സാം ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ കൂടെ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷ കാലയളവാണ്. ഈ 4 വർഷം കഴിഞ്ഞിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസും PG ഉൾപ്പെടെയുള്ള ബിരുദാനന്തര ബിരുദം നേടിക്കൊണ്ടാണ് പാസ് ഔട്ട് ആകുന്നത്. അപ്പൊ ആ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയസ്സ് കുറവാണ്. നമ്മൾ 5 വർഷം കൊണ്ട് നേടിയ കാര്യങ്ങൾ അവർ 3-4 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും അവർക്ക് ഓണേഴ്സ് ഡിഗ്രി കിട്ടുകയും അതുപോലെ തന്നെ അവരതിൽ സെറ്റ് എക്സാം ഒക്കെ ഡിഗ്രി ലെവലിൽ ഇപ്പൊ തന്നെ UG ലെവലിലൊക്കെ സെറ്റ് നെറ്റ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന കുറെ കൂടി നിങ്ങളെക്കാൾ നല്ല യങ് ജനറേഷനോടൊപ്പമായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് വയസ്സെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫാക്റ്റാണ്. ഇപ്പൊ നിങ്ങൾ അറിയുന്നില്ല നമ്മുടെ വയസ്സ് പോകുന്ന കാര്യം ആരും അറിയുന്നില്ല. അതായത് നമ്മൾ ഓരോ എക്സാമിന്റെ ആ ഒരു കാലയളവെന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഏജ് പോകുന്നത് ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോ നമുക്ക് അങ്ങോട്ടും പോകും തോറും നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം HSST എക്സാം അറ്റൻഡ് ചെയ്യാവുന്ന മിക്ക സ്റ്റുഡൻസും അവർ ഏജ് എന്ന് പറയുന്നത് അവരുടെ ലാസ്റ്റ് എക്സാം ആണ്. ഈ ഒരു HSST എന്ന് പറയുന്നത് ഇങ്ങനെ HSST എഴുതാൻ അവർക്ക് പറ്റില്ല. അവർ ഏജ് ആവുകയാണ്. അവർ കോമ്പീറ്റ് ചെയ്യുന്നതും ഇപ്പൊ ഈ കഴിഞ്ഞ ഇപ്പം നമ്മൾ കണ്ട പാർവതിയും മഞ്ജു ഒക്കെ തന്നെ ക്ലിയർ ചെയ്ത് വന്ന ആ ഒരു സെറ്റ് എക്സാം ആ ഒരു HSST എക്സാം തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഏജ് എന്ന് പറയുന്നത് 22-23 വയസ്സുള്ള വിദ്യാർത്ഥികൾ മുതൽ അങ്ങ് 36-40 വയസ്സ് വരെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? അപ്പോൾ നമ്മുടെ ഓരോ പ്രായപരിധിക്കുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളൊരു അക്കാഡമിയുടെ പ്രൊമോഷനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. ടീച്ചിങ് ഫീൽഡിൽ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയസ്സ് പോകുന്നത്. കാരണം നമ്മുടെ ആഗ്രഹം ടീച്ചിങ് ആണ്, പക്ഷെ നമ്മുടെ വയസ്സ് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന HSST എക്സാമിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അച്ചീവ് ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻ ഉടനെ ഇല്ലല്ലോ, ഇനി ആയാലും എഴുതാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എത്രയോ പെട്ടെന്ന് അടുത്തൊരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വന്ന് ഈ പറഞ്ഞ വീണ്ടും ഒരു എക്സാം കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊരു അവസരം നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ നിലവിലെ HSST എക്സാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സെറ്റ് എക്സാം, അതായത് ഇപ്പോൾ ലാസ്റ്റ് സെറ്റ് എക്സാം കഴിഞ്ഞിട്ടുമുണ്ട്, അതിന്റെ റിസൾട്ട് ഉടനെ പ്രതീക്ഷിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇപ്പോൾ ഈ ഒരു സെറ്റ് എക്സാം നമ്മൾ കോഴ്സ് വിളിച്ചപ്പോൾ തന്നെയാണ് HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ സെറ്റ് പാസ്സായവരെല്ലാം തന്നെ HSST എക്സാമിന് അപ്ലൈ ചെയ്തു.
അപ്പം എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഓഗസ്റ്റ് 17 വരെ ആക്കി. ഇപ്പം നിലവിൽ സെറ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് അവർ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നല്ലോ, ഇനി പഠിച്ചിട്ട് എന്താ കാര്യം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുക. കാരണം ഡേറ്റ്, അതായത് ഈ ഒരു HSST നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്, അതായത് ഓഗസ്റ്റ് 17 മുമ്പ് സെറ്റിന്റെ റിസൾട്ട് വരികയോ, ഇപ്പോൾ ഈ വയനാട് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് ഈ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസ് ചിന്തിച്ചത് എന്താണ്, ഇനി HSST എക്സാം ഉടനെ ഒന്നും ഇല്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി പതുക്കെ ആയാലും പഠിക്കാം എന്നാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്, എത്രയും പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യുക, അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് സിലബസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. സിലബസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, എങ്കിൽ പോലും അതിൽ ആരൊക്കെയാണ് ഓരോ പോർഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, സോ കൊമേഴ്സിന് മൊത്തത്തില് 6 യൂണിറ്റുകളാണ്. 6 യൂണിറ്റില് യൂണിറ്റ് 1 എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജി, യൂണിറ്റ് 2 ബിസിനസ് എൻവയോൺമെന്റ് എന്നിങ്ങനെയാണ്. ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻസ് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ യൂണിറ്റ് 4 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ആൻഡ് യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. സോറി യൂണിറ്റ് 6ഉം യൂണിറ്റ് 5ഉം അതുപോലെ തന്നെ യൂണിറ്റ് 3, ഇത്രയും യൂണിറ്റുകളാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കി പോർഷൻസ് ഒക്കെ ആര്യമിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ ടൈം എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. എല്ലാ ഈവനിങ്ങും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനോടനുബന്ധിച്ച് നോട്ട്സ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അതേപോലെ നമ്മുടെ ആപ്പിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം എല്ലാ മൺഡേയും നമ്മൾ വീക്ക്ലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് ആ വീക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വീക്ക്ലി ടെസ്റ്റ് ആണ്. അപ്പൊ ഈ വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് സമയപരിധി ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും വീക്ക്ലി ടെസ്റ്റ് നമ്മൾ റീഓപ്പൺ ചെയ്ത് തരും. നമ്മുടെ ഓരോ യൂണിറ്റുകളും ഓരോ മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് നമ്മൾ റിവിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആര്യമിസിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ആര്യമിസ്. ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അഖില മിസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പം ഞാൻ എടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ്, റിസർച്ച്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ആണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒട്ടും സമയം ടെസ്റ്റുകളൊക്കെ ഉടനെ തന്നെ എഴുതിയെടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. കാര്യം ഇപ്പോൾ ഒരുപാട് പേര്, നമുക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് ഇതുപോലുള്ള ടീച്ചിങ് ജോബിന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു യോഗ്യതാ പരീക്ഷകളൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഒരു ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അത് തടസ്സമാകും. ഗവൺമെൻറ് എന്നല്ല, ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിൽ പോലും ഈ പറയുന്ന പരീക്ഷകൾ പാസ്സായവരെ മാത്രമാണ് ഇപ്പം എടുക്കുന്നത്. കാരണം ഒരുപാട് പേര് വരുമ്പോഴത്തേക്ക് അവർ വയ്ക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് പാസ്സാകുന്ന ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരിടത്തും പിന്നിലാകി പോകരുതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ പാസ്സാകുക തന്നെ വേണം. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. വലിയ നമുക്ക് നെറ്റിൻ്റെ അത്രത്തോളം ഡിഫിക്കൽട്ട് അല്ലാത്തൊരു എക്സാം തന്നെയാണ് സെറ്റ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിനു വേണ്ടി ഒരുപാട് അതിനു വേണ്ടി ഒരുപാട് അവേഴ്സ് മാറ്റിവെച്ച് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും കുറച്ച് സമയം മാറ്റിവെച്ച് ഡെയിലി നമ്മൾ ഇടുന്ന ക്ലാസ്സുകളൊക്കെ കണ്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, അതിനോടൊപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോവുകയാണ്, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പം എല്ലാവർക്കും, നമ്മുടെ ഈ ബാച്ചിലുള്ള എല്ലാവർക്കും ആദ്യ തവണ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആര്യമിസ്. ഡൗട്ട്സ് ഉള്ളവരൊന്ന് ചോദിക്കണേ.
മിസ്സേ നമുക്കിപ്പോ ഈ ഇതുപോലത്തെ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും, അതായത് ഈ ഓൺലൈൻ ലൈവായിട്ട്? ഉണ്ടാവും. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഓരോ യൂണിറ്റിന്റെ റിവിഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന സെഷൻസ് നിങ്ങൾക്ക് ഇനി ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ്സുകളിൽ മെജോറിറ്റി സ്റ്റുഡൻസ് പറയാൻ അവർക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഒരു ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻസ് കൂടി നമ്മൾ ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്തെടുക്കാം. എസ്പെഷ്യലി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ലൈവ് സെഷനിൽ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ. എനി ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകാം കേട്ടോ. ഹലോ, SSSന്റെ എക്സാം ഏകദേശം എന്നത്തേനായിരിക്കും? അതും ഇതുപോലെ തന്നെ 6 months ഗ്യാപ്പിൽ അങ്ങനെയാണോ നടക്കുന്നത്? 6 months ഗ്യാപ്പിലില്ലല്ലോ. ക്ലിയർ ആയില്ലടാ. അല്ല, ആ എക്സാമിനെ പറ്റി ഒന്ന് പറയാം, കാരണം എനിക്ക് അത് അറിയില്ല എന്താ സംഭവം, അതെങ്ങനെയാ, എത്ര നാൾ കൂടുമ്പോഴാണ് എക്സാം? ഞാൻ പറയാം. നിലവില് നമുക്ക് 3 വർഷങ്ങൾ കൂടുമ്പോഴാണ്, അതായത് ഒരു എക്സാം നടത്തി PSCയുടെ റാങ്കിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പൊ നേരത്തെ നടത്തിയിരുന്ന എക്സാം എന്ന് പറയുന്നത് 2018 നടത്തി. അതിനുശേഷം നമുക്കറിയാം കോവിഡ് പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു സമയത്ത് അതേപോലെ ഫ്ലഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും പിന്നെ നിയമനം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണം എന്ത് ചെയ്തു, കുറച്ച് നാളൊന്ന് ഡിലേ വന്നു. അതിനുശേഷം നടത്തുന്ന ഒരു എക്സാമാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കാൻ പോകുന്ന HSST എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാം നടത്തിയതിന്റെ നിയമന കാലാവധിക്കുള്ളിൽ തന്നെ, അതായത് 2026 ആകുമ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പോ നമ്മൾ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ +1 മുതൽ ഡിഗ്രി PG ഇതിലെല്ലാം സിലബസ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ 6 monthsനുള്ളിലോ അല്ലെങ്കിൽ ഒരു 7 to 8 ഇതിനുള്ളിൽ തന്നെ എക്സാം നടക്കുകയും ചെയ്യും. അപ്പോൾ മോസ്റ്റ്ലി ഈ സെറ്റ് എക്സാമിന്റെ ടൈമിൽ തന്നെ ആയിരിക്കാം ഇതിന്റെ എക്സാം വരാൻ സാധ്യത അല്ലേ? ഇപ്പൊ നടക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും അപ്പിയർ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് സെറ്റ് ഇല്ലല്ലോ, അപ്പൊ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. എക്സാം നോട്ടിഫിക്കേഷൻ വന്നു ഈ പറഞ്ഞ വിത്തിൻ 6 months അല്ലെങ്കിൽ 7 to 8 monthsനുള്ളിൽ തന്നെ എന്തായാലും എക്സാം നടത്തും. അങ്ങനെയാണ് ഒരു രീതി. അല്ല, സെറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലല്ല, സെറ്റ് ഉള്ളവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയാണോ? സെറ്റ് നമുക്ക് B.Ed സെറ്റ് അല്ലെങ്കിൽ M.Com സെറ്റ് ഓർ നെറ്റ് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാം വരും. ഓക്കെ. ഈ എക്സാം കിട്ടിയാലാണ് നമുക്ക് 8th തൊട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത് അല്ലേ? ഇനി അങ്ങോട്ട് അതായത് 2030 നിയമങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ +1+2 നിലവിലത്തെ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ +1+2 വരെയുള്ള കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം. +1+2 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റും. അല്ല, +1+2 പഠിപ്പിക്കാൻ സെറ്റ് മാത്രം പോരെ, HSS വേണ്ടല്ലോ? HSS ക്ലിയർ ചെയ്യണം. നമ്മൾ ഗവൺമെന്റ് നിയമനം നേടുമ്പോൾ HSS ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പൊ സെറ്റും വേണം ഇതും രണ്ടും വേണം അല്ലേ? ഏത് കാറ്റഗറിയാണ്? ഇപ്പൊ ഞാൻ പറയാം. ഇപ്പോ പ്രൈവറ്റിലാണ്, അതായത് നമ്മൾ എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പലതരത്തിലാണ് നിയമനങ്ങൾ, നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസ്റ്റൻസ് ഇന്റർവ്യൂ നടത്തിയത് സെറ്റും B.Edഉം എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നേരിട്ട് ഹയർ സെക്കൻഡറി അധ്യാപകരാകാം. ഇനി നമ്മൾ PSC വഴി, അതായത് നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് യോഗ്യത അതേപോലെ B.Edഉം ഈ പറയുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർക്കാർ നിയമന തസ്തികകളിൽ ജോലിക്ക് കയറാനുള്ള എക്സാമാണ് HSST എക്സാം എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ സെറ്റ് ക്ലിയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം +1+2 സ്കൂളുകളിലൊക്കെ എപ്പോഴും ഗസ്റ്റ് ആയിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഗസ്റ്റ് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോലിക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ആകും. പിന്നെ വരാൻ പോകുന്ന ഒരു എക്സാമിന് നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷനും ഉണ്ടാവും. കുറച്ചുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കും.
കാരണം HSST കൊമേഴ്സ് എക്സാം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു എക്സാം അല്ല. അത് ഗസറ്റഡ് പദവി ലഭിക്കുവാണ്. അത് മാത്രമല്ല നമുക്ക് സാലറി എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഒരു 60,000 രൂപയാണ് ഇപ്പൊ നിലവിലത്തെ ശമ്പള സ്കെയിൽ അനുസരിച്ച് HSST അധ്യാപകരുടെ സാലറി എന്ന് പറയുന്നത്. നെറ്റ് എമൗണ്ട് ആണെന്ന് തോന്നുന്നു 60 സംതിങ് ആണ് നെറ്റ് എമൗണ്ട് തന്നെ അവരുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെയാണ് ജോലിക്ക് കയറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സീനിയർ ആയിട്ട് അതേപോലെ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആകാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന തസ്തികകൾ വരെ ലഭ്യമാകുന്ന ഒരു പോസ്റ്റാണ് HSST എക്സാം വഴി ലഭ്യമാകുന്നത്. ക്ലിയറായോ? ക്ലിയർ ആയി താങ്ക്. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാ? സെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ലെന്ന് തോന്നുന്നു. അല്ലെ ആരും സെറ്റിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? ആരിമിസേ ഇല്ല സെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. PSC എക്സാമിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ കാറ്റഗറി വൈസ് അത് മാറും. എങ്കിലും ഒരു 40 ഒക്കെ ആണ്. അപ്പൊ 36 എന്ന് പറഞ്ഞത് ഏതാ? മറ്റേ ജനറൽ കാറ്റഗറിയുടെ ഏജ് ആണോ അത്? അല്ല, ജനറൽ കാറ്റഗറിക്ക് അത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും ആ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഹലോ ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പിന്നെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ സെറ്റ് ഇപ്പൊ ക്ലിയർ ആയി, നമുക്കിപ്പം ഒരു സ്കൂളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പോ ഈ ലിമിറ്റ് അപ്പം അത് പ്രശ്നമില്ല. കാരണം ഇപ്പം അതിഥി അധ്യാപകരായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഏജ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അല്ല, പെർമനന്റ് ആവാനായിട്ടുള്ള ഏജ് ലിമിറ്റ് എങ്ങനെയാ? പെർമനന്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അത് ഓരോന്നിന്റെ കമ്മ്യൂണിറ്റി വൈസ് ഒക്കെയാണ്. അത് ഓരോ ഇന്റർവ്യൂ, അതായത് ഒരു സ്കൂളാണെങ്കിൽ അവർ ഇന്റർവ്യൂ വരും കേട്ടോ. ഏതാ എങ്ങനെയാ? അതായത് ഇപ്പൊ ഒരു എയ്ഡഡ് സ്കൂളാണ്, ഇപ്പൊ ഒരു സ്കൂളിൽ ഇന്റർവ്യൂ ആണ്, എയ്ഡഡ് സ്കൂളിൽ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ എയ്ഡഡ് സ്കൂളിൽ അവർ നോട്ടിഫിക്കേഷൻ അത് പറയും ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഓക്കെ. അല്ലാതെ കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ റൂൾ അല്ല. ജനറൽ റൂൾ അനുസരിച്ച് PSC എഴുതാനുള്ള നമ്മുടെ പ്രായപരിധി ഉണ്ടല്ലോ, ആ ഒരു പ്രായപരിധിയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. മറ്റൊരു ഡൗട്ട് വെച്ചാൽ ഇപ്പം ഗവൺമെന്റിന്റെ എയ്ഡഡ് അല്ല, ഇപ്പൊ ഏതെങ്കിലും പ്രൈവറ്റ്, അതായത് ഇപ്പം പള്ളികളുടെ അല്ലെങ്കിൽ ഇപ്പൊ SNDPയുടെ ഒക്കെ സ്കൂളുകളുണ്ടല്ലോ, എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകള്. അപ്പൊ അങ്ങനെയുള്ളിടങ്ങളിൽ കയറാനും നമുക്ക് HSST വേണോ? വേണ്ട. അത് HSST വേണ്ട. അവിടുത്തെ ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് കയറാം. സെറ്റ് മതി. അപ്പൊ സെറ്റ് മതി. സെറ്റും എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാ പറയുന്നത്, എത്രയും പെട്ടെന്ന് സെറ്റ് ക്ലിയർ ചെയ്തിട്ട് അടുത്ത അക്കാഡമിക് ഇയർ നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ കയറുക. അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയക്കാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു.
Just like I said.